much awaited trailer launch of Fall in Love. Some stories are not just told, they are felt. Today, a new story begins, a story called Fall in Love, written and directed by the visionary Akshay Praveen with a cast chosen to perfection by casting director and associate director Abhishek, stitched with emotion, flow, and feel, edited by the brilliant Alan. Now, now I welcome Devika to share a few words with us. Sorry for the delay. Devika, are you there? Okay then. And now a big round of applause for the man who wore two hats with passion and our casting director and associate director Abhishek. നമസ്കാരം, കേക്കാവോ? കേക്കാവോ? കേക്കാം. മലയാളത്തിൽ പറയണ, ഇംഗ്ലീഷിൽ പറയണ? എനിക്ക് ഇഷ്ടമുള്ള ഏതോ അതൊന്നും പറഞ്ഞു. ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ തുടങ്ങിയപ്പം ഒരുപാട് തുടങ്ങി അവസാനിച്ചപ്പോൾ ഒരുപാട് ഓർമ്മകളും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നമുക്ക് തന്നിട്ടാണ് പോയത്. ഒരു വലിയ കടമ്പ തന്നെ ആയിരുന്നു ഷൂട്ട് ചെയ്ത് തീർക്കുന്നതെന്ന് പറയുമ്പം. പിന്നെ അത് ഏറ്റവും നന്നായിട്ട് ചെയ്ത അക്ഷയ്ക്ക് എല്ലാവരും ഒന്ന് അഭിനന്ദനം കൊടുക്കണം. പിന്നെ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ച് ഇതിവിടം വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു, നന്ദി, നമസ്കാരം. Thank you, Abhishek. And now I welcome Anjana Ramesh to share a few words with us. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു ഷോട്ടുള്ള സന്തോഷമുണ്ട്. അപ്പൊ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ്. നല്ല രീതിയിൽ Thank you, Anjana. Next, we can welcome Meera Manuraj to share some words with us. കേൾക്കാവോ? ഞാനും ഇതുപോലെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനൊരു ഷോർട്ട് ഫിലിം ഒക്കെ. സോ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. താങ്ക് യു. Now we can welcome Shravan to share a few words with us. I'm sorry, I welcome Sangeet to share some words with us. Sangeet, കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ, പറഞ്ഞോ. ഹലോ. ഈ ഒരു ഷോർട്ട് ഫിലിമില് അഭിനയിച്ചതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ്, സംഗീതത്തിന്റെ എക്സ്പീരിയൻസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. സോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഞാൻ സത്യത്തിൽ അഭിനയിക്കുന്നത് ഷോർട്ട് ഫിലിമിൽ. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, എല്ലാം ഓക്കെ ആണ്. ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് ഒരുമിച്ച്. പിന്നെ എന്താ അതൊക്കെ തന്നെ. Next we can welcome Manu. Are you there? ഈ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, അതേപോലെ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഷെയർ ഞങ്ങളോട്. അടുത്തതായി we can welcome our beloved ദേവിക. തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി ദേവിയെ ക്ഷണിക്കുകയാണ്. നമസ്കാരം.
ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഷോർട്ട് ടൈമിലൊക്കെ നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ട്. ആ, എല്ലാവരുമായിട്ട് നല്ല സഹകരണവും. പിന്നെ ഒരുപാട് നന്ദിയുണ്ട് അക്ഷയ് പ്രവീൺ. ഒരുപാട് റിസ്ക് എടുത്തു, നമ്മുടെ കൂടെ തന്നെ നിന്നു. ഈ ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഡയറക്ടർ ആയിട്ടുള്ള അക്ഷയ് പ്രവീണിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തപ്പോ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് ഫേസ് ചെയ്തത്, എത്രമാത്രം എഫേർട്ട് എടുത്താണ്, എത്രമാത്രം ഹാർഡ് വർക്ക് അതിൽ ഉണ്ടായിരുന്നെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ? ഇതിനകത്ത് എന്താ പറയാ, എന്തൊക്കെ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇഷ്യൂ വന്നത് പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു എളുപ്പം എന്തൊക്കെ ഇഷ്യൂ വന്നില്ല എന്ന് പറയുന്നതായിരിക്കും. ഇത് നമ്മളിപ്പം ഇതിന്റെ ഒരു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനും അഭിഷേകും, ഞങ്ങളുടെ അസോസിയേറ്റ് അഭിഷേകും ഞാനും. അതിനുശേഷമാണ് ഈ നമുക്ക് വേറെ കുറെ ആൾക്കാർ വന്നു. അതിനുശേഷം ദേവിക വന്നു, പ്രഹ്ലാദ് എന്ന് പറഞ്ഞ കസിനാണ്, പുള്ളി വന്നു. പിന്നെ മീര, പിന്നെ മനു വന്നു, ബാക്കിയുള്ളവരെല്ലാം വന്നു. എല്ലാവരും പേര് ഞാൻ പെട്ടെന്ന് മറന്നു പോയതാണ് പേര് പറയാത്തത്. അപ്പോ ആദ്യം അങ്ങനെയുള്ളവരൊക്കെ വന്നു. എന്തൊക്കെ ഇഷ്യൂ വന്നു എന്നുള്ളത് കണക്കെടുത്താൽ പോലും തീരുമില്ല. അത്രയ്ക്കും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് തുടങ്ങി അന്നോട്ട്. ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിമിന്റെ കേസിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രശ്നമാണ് ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ അതിനുള്ള എക്യുപ്മെന്റ്സ്. നമ്മൾ തുടങ്ങിയപ്പോ തൊട്ട് ലൊക്കേഷന് എവിടൊക്കെ പോയിട്ടുണ്ടെന്ന് കയ്യും കണക്കില്ല. നമുക്ക് കോളേജിന്റെ സീക്വൻസ് ഒക്കെ എടുക്കാനായിട്ട് ഏകദേശം ഒരു 4 കോളേജുകൾ നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. ഈ 4 കോളേജിൽ നമുക്ക് അതിന് പെർമിഷൻ കിട്ടത്തില്ല. അതേപോലെ തന്നെ ക്യാമറയുടെ കേസ് വരുമ്പോഴത്തേക്ക് ക്യാമറ നമുക്ക് 10 ദിവസം മാത്രമാണ് കിട്ടിയിരുന്നത്. ഇപ്പൊ 10 ദിവസം ഷൂട്ട് കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഇതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് April 9-നാണ്. ഞാൻ അഭിഷേക് ഷൂട്ടിൽ ആദ്യം ഉണ്ടായിരുന്നത്. April 9-ന് ഷൂട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് 7 ദിവസത്തെ ഷൂട്ടാണ്. ഇത് ഷൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഷൂട്ട് കഴിഞ്ഞത് അടുത്ത മാസം മെയ്യില് 4-ാം തീയതി 5-ാം തീയതി എന്താണ്. 7 ദിവസം കൊണ്ട് ഷൂട്ട് തീരേണ്ടത് ഏകദേശം 30 ദിവസത്തിനടുത്ത് ഷൂട്ട് മാത്രം മുമ്പോട്ട് പോയി. അതിനിടയ്ക്ക് ക്യാമറയിൽ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. പിന്നെ ഫോണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. എന്തൊക്കെ ഇഷ്യൂ വെച്ചാൽ ഒരുപാട് ഇഷ്യൂകൾ ഫേസ് ചെയ്ത് നമുക്കുണ്ട്. ആദ്യം നമ്മളവിടെ വന്ന് അഭിഷേകാണെങ്കിൽ അഭിഷേക് കാണുമ്പോൾ ആദ്യം തൊട്ടേ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതിനുശേഷം ദേവിക വന്നു, പിന്നെ ബാക്കിയുള്ളവർ ഒരു വന്നു. എല്ലാവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല, ആ പേര് പറയാത്തത്. സോറി ഫോർ ദാറ്റ്. അതേപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോ ട്രെയിലർ ലോഞ്ച് വരെ എത്തിയിരിക്കുമ്പോൾ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് രാത്രിയിലും ഇതിന്റെ എഡിറ്റിങ് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് രാത്രിയിലും എഡിറ്റിങ്ങിന് മൊത്തവും പോയിട്ട് പിന്നെ ഒന്നും കൂടെ റീ എഡിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മ്യൂസിക് വീഡിയോ ഒക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് എന്താ പറയാ ഇഷ്യൂകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഒരു ട്രെയിലർ ലോഞ്ചിൽ വരുമ്പോൾ നമ്മൾ ട്രെയിലർ സത്യം പറഞ്ഞാൽ കയ്യിലില്ല. ട്രെയിലർ അപ്ലോഡ് ആവുന്നില്ല, എന്താണെന്ന് അറിയാൻ പാടില്ല. ചെയ്തുകൊണ്ടിരിക്കുക ട്രെയിലറിൻ്റെ ഇത്. ട്രെയിലർ ലോഞ്ച് അല്ലെങ്കിൽ ട്രെയിലർ നിങ്ങളെ കാണിക്കാനായിട്ട് ട്രെയിലർ നമുക്ക് ഇടാൻ പറ്റുന്നില്ല. ട്രെയിലർ അപ്ലോഡ് ആവുന്നില്ല. ഇപ്പോഴും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അപ്ലോഡ് ആവുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ഇവന്റ് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് യു പറയേണ്ടത് ബ്ലൂ ലൈൻ ഡിപ്പാർട്ട്മെന്റിനോടും അതേപോലെ തന്നെ ഡ്രീം സ്റ്റുഡിയോസിനോടാണ്. ഇങ്ങനൊരു ഇതിന് വരുമ്പോഴത്തേക്ക് ബ്ലൂ ലൈൻ്റെ ബാനറിൽ ചെയ്യാൻ ഒരു അവസരം വരികയും അതേപോലെ തന്നെ ഡ്രീം സ്റ്റുഡിയോ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ സമ്മതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക്സ് ലിപ്സിയും പറയാനാണെങ്കിൽ ഇപ്പൊ എഡിറ്റർ ഇങ്ങനത്തെ പറഞ്ഞൊരു കാര്യം, എടാ ഇങ്ങനത്തെ ഷോർട്ട് ഫിലിമിനെക്കാട്ടും കൂടുതൽ താങ്ക്സ് ലിപ്സിനാണല്ലോ ഉള്ളത്. അത് എന്താ പറയാ, ആ ഒരു ലൊക്കേഷനിലുള്ള ആളെ തൊട്ട് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളിതിനോട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, ക്യാമറ വേറെ ആളുടെ ആണ്, ക്യാമറ ലെൻസ് ഒരാളാണ്, എല്ലാം പല പല ആൾക്കാരാണ്. അപ്പം ഇപ്പൊ ഇതുവരെ കൂടെ ചെയ്യുന്ന എല്ലാവർക്കും എന്താ പറയാ, വൺസ് അഗൈൻ താങ്ക് യു. നിങ്ങൾ തന്നെ ഇവിടം വരെ എങ്കിലും എത്തിച്ചു. ഇപ്പൊ എല്ലാവരും
ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഭയങ്കര താങ്ക്ഫുൾ ആണ് ഞാൻ. ഉം, എന്താ പറയാ, ഇപ്പൊ ഇതൊരു 4 പാർട്ട് അല്ലെങ്കിൽ 3 പാർട്ട് വരുന്ന ഒരു കോളൻ ഫ്രാഞ്ചൈസിയാണ്. ഇതിലെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് നമ്മളിപ്പം അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് കണ്ടു കഴിയുന്ന എല്ലാവർക്കും ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടാം. കാരണം ഇത് നമ്മുടെ വലിയ എക്വിപ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഈവൻ എന്താ പറയാ, മൈക്ക് പോലും ഇല്ലായിരുന്നു. അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ വെച്ചാണ് ആക്ച്വലി നമ്മൾ ഈ സാധനം ഷൂട്ട് ചെയ്തത്. പിന്നെ എന്റെ എന്താ പറയുക, ഒരു ബ്ലെസ്സിങ് പോലെ എന്ന് പറയാനുള്ളത് എന്റെ ക്രൂ അല്ലെങ്കിൽ എന്താ പറയാ എന്റെ ഫാമിലി. നിങ്ങൾ തരുന്ന സപ്പോർട്ടുണ്ട്, എന്ത് വേണമെങ്കിലും കാണിച്ചു ഞങ്ങൾ കൂടെ നിൽക്കാൻ അങ്ങനെ പക്ഷെ നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഇപ്പം നമ്മുടെ ക്രൂവിൽ എനിക്ക് തോന്നുന്നു 10 പേരെടുത്തുണ്ട്. ആ 10 പേരും നീ എന്തെങ്കിലും ചെയ്തു ഞങ്ങൾ കൂടെ കാണും എന്നൊരു ഉറപ്പ് അവരെനിക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ബലത്തിൽ എന്തൊക്കെ കാട്ടി കൂട്ടിയിട്ടുണ്ടെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. നമ്മൾ പല ഇപ്പം ഇങ്ങനത്തെ കാണുന്നതൊക്കെ കുറെ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മേജർ എടുത്ത് റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്ത പല സാധനങ്ങളും ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. ഇനി എന്ത് വേണമെങ്കിലും കാണിച്ച് ഞങ്ങൾ കൂടെ നിൽക്കും എന്നൊരു മൈൻഡ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പം ഈ കൂട്ടത്തിലുള്ളത് 12 പേരാണ് മൊത്തം ക്രൂ ഉള്ളത്. ആ 12 പേര് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. അപ്പം തുടക്കം തൊട്ട് എൻ്റെ തുടക്കം തൊട്ടുള്ളതെന്ന് വെച്ചാൽ അഭിഷേകാണ്. അഭിഷേക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് കഴിഞ്ഞ വർഷം എന്തോ ആണ്. കഴിഞ്ഞ വർഷം തൊട്ട് പ്ലാൻ ചെയ്തൊരു സാധനമാണ്. ഇപ്പോഴാണ് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് അവനോട് പെട്ടെന്ന് ഒരു താങ്ക് യു പറയേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ നമ്മുടെ ആ ഒരു ഇങ്ങനെ താങ്ക് യു പറയുന്ന എന്തോ ഒരു കുറച്ചിൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വാട്ട് എവർ, താങ്ക് യു ബ്രോ. അതേപോലെ തന്നെ എല്ലാവരും ഇപ്പം വേറെ എടുത്തു പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയേണ്ടി വരും. കാരണം നമ്മൾ പൈസ എടുത്ത സമയത്ത് ആൾക്കാരെ വിചാരിക്കുന്നത് അതിനകത്തുള്ള മിക്ക അടി ഇവർ കൊള്ളുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആ 90% അടിയും എല്ലാവരും കൊണ്ടിട്ടുണ്ട്. അടി മൊത്തം കൊണ്ടെടുത്തിട്ട് പൈസ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആ ഔട്ടും എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം എൻ്റെ ഒരു പ്രൗഡ് ഫീലുണ്ട്. ഇവിടം വരെ ഒന്നും എത്തില്ല എന്ന് ഉറപ്പിച്ച് വെച്ചിടത്തും ഇവിടം വരെ എത്തിക്കാൻ എന്നെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭൂമിയിലുള്ള ആൾക്കാരെ കൊണ്ട് എനിക്ക് പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. So that's it. Once again, thank you guys for supporting me, so giving me the right opportunity for me. And നമുക്കിവിടെ ബ്ലൂ ലൈൻ്റെ മാനേജർ ഉണ്ട്, ബ്ലൂ ലൈൻ്റെ കോ ഫൗണ്ടർ ഉണ്ട്. താങ്ക് യു whole team for giving me the opportunity and thank you. അടുത്തതായി ഷോർട്ട് ഫിലിമിന്റെ കാസ്റ്റിംഗ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറുമായിട്ടുള്ള അഭിഷേകിനെ ഈ ഇതിലെ എക്സ്പീരിയൻസസും എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചതെന്നും മറ്റും സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. അനുഭവങ്ങളും എക്സ്പീരിയൻസും പറയാനാണെങ്കിൽ ഇന്നൊന്നും തീരത്തില്ല. ഒത്തിരി ഉണ്ട്. ചെന്നപ്പോ തൊട്ടുള്ള പ്രശ്നങ്ങളും ഓരോരോ പൊട്ടത്തരങ്ങളും ഓരോ സീനുകളും എല്ലാം. ഞാൻ ആദ്യം ചെന്നപ്പം അക്ഷയ് മാത്രമായിരുന്നു. ഇതിപ്പം എന്നോട് അവൻ പറഞ്ഞിട്ട് 2 വർഷമായി ഇങ്ങനെ ഷോർട്ട് ഫിലിം ഉണ്ട് നമുക്ക് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞിട്ട് 2 വർഷമായി. ഞങ്ങൾ ഇങ്ങനെ എന്നോട് വിളിച്ചു നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞ് ഞങ്ങൾ മീറ്റ് ചെയ്ത് ഞങ്ങൾ 3 പേര്. അന്ന് മീറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ 3 പേരായിരുന്നു. അതായത് ഞാൻ, പ്രഹ്ലാദ്, അക്ഷയ്. അത് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട് പ്രഹ്ലാദിന് ക്ലാസ്സുകൾ തുടങ്ങി. പിന്നെ ഷൂട്ട് തുടങ്ങാൻ സമയത്ത് പുള്ളിയില്ല. പിന്നെ ഫീമെയിൽ ആക്ട്രസ് വരാമെന്നും പറഞ്ഞ് ദേവിക വരാമെന്നും പറഞ്ഞിട്ട് നല്ലപോലെ നിർത്തി. ഞങ്ങൾ 2 പേരും കൂടെ ചെന്ന് അവിടെ മൊത്തം നോക്കി കുറെ നേരം പിന്നെ വിളിച്ച് മടുത്ത് ആ റിംഗും കേട്ട് മടുത്ത് കുറെ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അതിന്റെ ഞങ്ങൾ ദേവിക പിന്നെ കറക്റ്റായിട്ട് വന്നു. പിന്നെ ഷൂട്ട് പയ്യെ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഒരു കാസ്റ്റിംഗ് ഇട്ടു. നമ്മുടെ മനു, അപ്പു, നമ്മുടെ ആരിഫ്, ആദി, മീര, അഞ്ജന, അങ്ങനെ എല്ലാരും നല്ലൊരു ക്രൂ നമുക്ക് കിട്ടി. പക്ഷെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവന് ഓൾറെഡി എല്ലാ ത്യാഗങ്ങളും സൈറ്റിനകത്ത് ഒന്ന് ശ്രമിക്കുകയായിരുന്നു. പിന്നെ പാടത്ത് പോയി ചാടും, പാമ്പുള്ള പാടത്ത് ഇറങ്ങി നടക്കുക,
അങ്ങനെ ഒരുപാട് സംഭവമൊക്കെ ഉണ്ടായിരുന്നു അക്ഷയ്ക്ക് ഇതിനകത്ത്. അതായത് ഒരു നല്ല എക്സ്പീരിയൻസ് തന്നൊരു കുടുംബം പോലെ പോയ ഒരു ഫാമിലി ആയിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ ഈ ഒരു ക്രൂവിനെ നമുക്ക്. അപ്പം ഇനിയും ഷോർട്ട് ഫിലിമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇത്രയും പ്രശ്നങ്ങളായിട്ട് നമ്മളിത് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും എത്തിക്കാൻ പറ്റും. ഇനിയും ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ആദ്യമായിട്ട് ചെയ്ത ഷോർട്ട് ഫിലിം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പോഴേ പഠിച്ചു എല്ലാത്തിനെയും കുറിച്ച്. കാരണം ഈ ഷോർട്ട് ഫിലിം എടുത്തപ്പോൾ നമ്മുടെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. ക്യാമറ 7 ദിവസത്തേക്ക് ഉള്ളായിരുന്നു. കുറച്ച് സമയം ക്യാമറ ഇല്ല, ഫോണിൽ ചെയ്യേണ്ട വന്നു, എഡിറ്റിങ്ങിന്റെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഇതായി. എല്ലാത്തിനും കുറച്ചേറെ കൂടെ പിന്നെ എക്സ്പീരിയൻസ് പറയാൻ കുറെ ഉണ്ട്. അത് ആരും മിണ്ടാത്ത ഉണ്ട്. എല്ലാരും സംസാരിച്ച് മുന്നോട്ട് പോയാലും ഇതാകത്തുള്ളൂ. വിജയനായിട്ട് ഇവന്റ് ആയിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്ന അനുസരിച്ച് നമ്മുടെ പ്രസന്റ് ടീമിന് ടൈം കിട്ടും. കാരണം ഈ ട്രെയിലറിന്റെ ഇഷ്യൂസ് ഒക്കെ മാറ്റിയെടുക്കാനായിട്ട്. അപ്പം സംസാരിക്കുന്ന ദേവപ്രിയ പിന്നെ സംസാരിക്കേണ്ടതാണ്. അടുത്തതായി ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള സംഗീന് 2 വാക്ക് സംസാരിക്കുന്നതുണ്ടായി. അടുത്തതായി ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള സംഗീന് 2 വാക്ക് സംസാരിക്കുന്നതിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഷോർട്ട് ഫിലിമിനെ പറ്റി മൊത്തത്തിൽ പറയാനാണെങ്കിൽ കുറച്ച് സാങ്കേതിക തിരക്കുകൾ ഉള്ളതിനാൽ ഞാൻ ഇനി അങ്ങോട്ട് കാണത്തില്ല. ഞാൻ പോവാണ്. അപ്പം എല്ലാവരും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ട്രെയിലറൊക്കെ കാണാൻ പറ്റുമെങ്കിൽ അവര് ചെയ്യുവാണെങ്കിൽ കണ്ടിട്ടിരിക്കുക. ഓക്കെ ബ്രോ. അപ്പൊ ഇനി ഷോർട്ട് ഫിലിമിന്റെ ഇതായിട്ട് ഇങ്ങനത്തെ പരിപാടി വെക്കുവാണെങ്കിൽ അന്ന് കാണാം. അല്ലെങ്കിൽ ഇന്ന് നൈറ്റ് ട്രെയിലർ ഇറങ്ങുമല്ലോ. അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് വിജയിപ്പിക്കുക. അപ്പം ശരി എന്നാ. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഞാൻ പറയാം. ഷോർട്ട് ഫിലിമിനെ പറ്റി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അക്ഷയ് ഒരുപാട് പാടുപെട്ടിട്ടാണ് ഇത് ചെയ്തത്. നമ്മളതിന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. പിന്നെ ഈ പെട്ടെന്നൊരു ദിവസമാണ് ഞാൻ കയറി ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്ന സംഭവമായത്. അത് ബ്ലഡ് ഉണ്ടാക്കുന്ന ഇഷ്യൂവും പിന്നെന്താ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കയറി ചെയ്തതാണ്. പിന്നെ ക്രൂവിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു എല്ലാവരും. ഞാൻ ശരിക്കും എൻജോയ് ചെയ്താണ് സത്യം പറഞ്ഞാൽ ഇത് മൊത്തം ചെയ്തത്. എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ആയതുകൊണ്ട് നല്ലതായിരുന്നു മൊത്തത്തിൽ. പിന്നെ എന്താ പിന്നെന്താ പറയാന്ന് വെച്ചാൽ അക്ഷയ് ഈ ഞങ്ങൾ വരുന്ന ടൈമിൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതേപോലെ എന്തെങ്കിലും ഇതിനകത്ത് പ്രശ്നം ഉണ്ടെങ്കിലോ അത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ നമ്മൾ ചെയ്യും. അതിപ്പം ഇത് ഇറക്കിയിട്ട് അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നാലും കൂടെ കാണുമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ എന്തായാലും സ്റ്റാർട്ടിങ് അല്ലേ, തുടക്കമാണിത്. തുടക്കത്തിലൂടാണല്ലോ എന്തൊക്കെ പോരായ്മകൾ വന്നെന്ന് നോക്കിയിട്ട് നമ്മളത് ചെയ്ത് ക്ലിയർ ആക്കണ്ട. അങ്ങനെ ഇതിനകത്ത് എന്തെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിലും നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും. അടുത്ത സാധനം ഇറക്കുവാണെങ്കിലും അതേപോലെ തന്നെ നിൽക്കും. പിന്നെ എന്തായാലും നന്നായിട്ട് പോട്ടെ. അത് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സെറ്റാക്കുക. അത്രേ ഉള്ളൂ പറയാൻ. ഓക്കെ എന്നാ, താങ്ക് യു. ട്രെയിലർ അപ്ലോഡ് ആവുന്നില്ല. സോറി ഫോർ ദ ഡിലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം കുറച്ചുകൂടി എന്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് അഞ്ജന രമേശിന് ഒരു പാട്ട് പാടാൻ സ്വാഗതം ചെയ്യും. തീരസാഗരമോതും അനുരാഗം അതിലലിയും ഒരു തീരം തെരുസാഗരമേ നിൻ
ലവണജലം അഴിമുഖമാണു ഞാനാ ജന്മം വരൂ നീ തൊടുന്നു വെറുമൊരു മണലിൽ കനിയാമിവളെ കടലിന്റെ കടലേ വാരാവാരം പുലരുന്ന നേരം ഒരു പെറുമീനായി തെളിയാൻ ഞാൻ പകലിരവികളാൽ ഇരുകുതിരകളാൽ അഴകിയ നഗര തിരുവിതു പ്രണയം കരകവിയുമൊരൻ നിറഹൃദയ നദി കരയിലോടുടൽ പലവൊരു കുതറും തെരുവിതു പ്രണയം അഴിയുന്നൊരിരുളിൽ അലയുന്നൊരഴകിലെ പൊൻപടമുറിയും മുകിലു പോലിഴഞ്ഞുടരു പകലാൽ. നന്ദിയുണ്ട്. Okay, thank you, Anjana. Then, Sangin, can you sing a song for us? പിന്നെന്താ ഇപ്പൊ പാടാം. കുറച്ചുള്ളേ ഇത്തിരി. ഓക്കെ, ഏറെ ദൂരെങ്കിൽ നീ എന്നും എന്നെ ഓർക്കും, നിന്നരികിൽ ഞാനണയും വിനാവിനായി കാതോർക്കും. വിരഹമേ വിരഹമേ നീയുണ്ടെങ്കിൽ പ്രണയം പടരും തിരയിലൊരു തേനലയാ കാണാമുള്ളാരുൾ നോവാണനുരാഗം നോവുമ്പോ തേനു സുഖമാരാഗം എന്നിൽ നീ നിന്നിൽ ഞാനും പതിയെ പതിയെ ഇളമനമുരുകിയലിയേ. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞു. താങ്ക് യു, സംഗീൻ. അടുത്തതായിട്ട് ഒരു പാട്ട് പാടാനായി മീരയെ സ്വാഗതം ചെയ്യുകയാണ്. മീര മനോരാജ്, are you there? വസീകര നെഞ്ചിരുക്ക പൊന്മടിയിൽ തൂങ്ങി ഞാൻ പോതും അതേ കണം എൻ കണ്ണൊരുന്താൻ അടിമഴை വരുന്നതെന്നറിയോമേ ഒരു കാഴ്ചലോട് സ്നേഹം ഒരു പോവേക്കുള്ള ഇരുത്തൂക്കൾ கொழு பகல் சனியனை வேண்டாய் அது தெரிந்தும் கூட அன்பே மனம் வதை ஏக்கம் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் சமயம் விளையாட்டால் உன்னாடிக்கொள்ளே நான் வேண்டும் வசீகர நெஞ்சிருக்க உன் பொன்மடியில் தூங்கி நான் போதும் அதே கணம் என் கண்ணுறந்தால் உன் ജന്മങ്ങളിൽ. ഓക്കെ, മതിയല്ലോ. താങ്ക് യു. അതെ, നമ്മുടെ ആങ്കർ ദേവപ്രിയ ഒരു പാട്ട് പാടണം.
ആസ് പെർ അഞ്ജനാസ് റിക്വസ്റ്റ് ഞാൻ ഒരു പാട്ട് പാടുകയാണ്. തെറ്റിട്ടുകളാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. ഇല്ലാതെ മാറ്റം എന്നത് காற்று என் காதில் ஏதோ சொன்னது இதுதான் காதல் என்பதா இளமை பொங்கிவிட்டதா இதயம் சிந்திவிட்டதா மனமே நேற்று இல்லாத மாற்றம் என்னது காற்று என் காதில் ஏதோ சொன்னது இதுதான் காதல் என்பதா இளமை பொங்கிவிட்டதா இதயம் சிந்திவிட்டதா மனமே ബൈ ചാൻസ് ആരെങ്കിലും ലെഫ്റ്റ് ആവുകയാണെങ്കിൽ ഒന്ന് റീജോയിൻ ചെയ്താൽ മതി. സൂമിന് ലിമിറ്റ് ഉള്ളതുകൊണ്ടാണ്. ആരെങ്കിലും ലെഫ്റ്റ് ആവുകയാണെങ്കിൽ റീജോയിൻ ചെയ്യാൻ വളരെ തന്നെ ചെയ്യാം. അത് സൂമിന്റെ എന്തോ ഒരു ഇഷ്യൂ ആണ്. ആരെങ്കിലും ലെഫ്റ്റ് ആവുകയാണോ അങ്ങനെ കയറിയാൽ മതി. നമുക്ക് അതിൽ റിവർ അപ്ലോഡ് ആയിട്ടില്ല. അടുത്തതായിട്ട് എനിക്ക് ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്റ്റാർസിനോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഈ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇതിനെ കുറിച്ച് അറിഞ്ഞതും ഈ ബ്ലൂ ലൈൻ എന്റർടൈൻമെന്റ്സിന്റെ ഈ ഒരു ഇതിനെപ്പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്നൊന്ന് വിശദീകരിക്കാമോ? ആർക്കെങ്കിലും ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത? ഓക്കെ, ദേവിക എങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? പറയുമ്പോ തപ്പുവേ, എന്നാലും പറയാം. എന്നെയാണെങ്കിൽ ആദ്യം ഇത് തുടങ്ങിയപ്പോ തന്നെ മീരയുടെ ക്യാരക്ടർ നയന അത് അഭിനയിക്കാനായിട്ട് വിളിച്ചായിരുന്നു. പക്ഷെ എന്റെ ഫോൺ ആണെങ്കിൽ കംപ്ലൈന്റ് ആയിപ്പോയി. പിന്നെ ഞാൻ അമ്മ വീട്ടിലായിരുന്നു ഹരിപ്പാട്. പിന്നെ അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതുപോലെ ദേവികയും അഭിഷേകും വന്നിട്ട് പറഞ്ഞത് ഈ ഇങ്ങനൊരു റോളുണ്ട്, ആരിഫിന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാനാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഓൾറെഡി ഒരു വട്ടം ഞാൻ വിളിച്ചിട്ട് വന്നില്ലായിരുന്നു. പിന്നെന്താ, ദേവിക എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. പിന്നെ അവളും കൂടി അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നതാണ്. പിന്നെ അങ്ങനെ സിനിമയില് അഭിനയിക്കുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതില് വളരെ അധികം സന്തോഷമുണ്ട്. പിന്നെന്താ, നമ്മുടെ അക്ഷയ് പ്രവീൺ ഡയറക്ടർ സാറ്, അവനാണെങ്കിൽ അവന്റെ മാക്സിമത്തിലും കൂടുതലല്ല, മൊത്തം അവന്റെ എഫേർട്സ് ഇട്ടാണ് ഇത് ചെയ്തത്. എപ്പോഴും ഓരോന്നൊക്കെ പറഞ്ഞ് ഉച്ചത്തിൽ സംസാരിക്കുമെങ്കിലും അവനോട് ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. അതുപോലെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു, അതൊക്കെ ഞാനും കണ്ടതാണ്. അപ്പൊ ഇത് ഒരു വിജയത്തിരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അഞ്ജന. ഫോൾ ഇൻ ലവ് എന്ന ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ അതിന്റെ തീം എന്താണ്? അതിന്റെ ആശയം എന്താണത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാമോ അഞ്ജനയ്ക്ക്? സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ കഥ എന്തുവാന്ന് അറിയത്തില്ല. കാരണം ഇത് ലാസ്റ്റ് തീരാറായപ്പോഴാണ് എന്നെ ഇങ്ങനെ ഒരു റോള് ചെയ്യാനായിട്ട് വിളിച്ചത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഡയറക്ടർ സാറ് അക്ഷയ് പറഞ്ഞു, അത് ആ സിനിമ കാണുമ്പോ അവർക്ക് ആ ഒരു ത്രില്ലും ക്യൂരിയോസിറ്റി ഒക്കെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ആ സ്റ്റോറി അറിയാതിരിക്കുന്നതാ നല്ലത്. ഇന്നലെ ഇവിടെ സൂമില് പ്ലേ ചെയ്തായിരുന്നു ഷോർട്ട് ഫിലിം. എന്നാലും എനിക്കത് മൊത്തത്തില് കാണാൻ പറ്റിയില്ല, ഇടയ്ക്ക് വെച്ച് ബാക്കായി പോയി. പിന്നെ അവസാനം തീരാറായപ്പോഴാണ് കണ്ടത്. സോ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല, അതിന്റെ കഥയൊന്നും. താങ്ക് യു അഞ്ജന.
സംഗീൻ ഈ ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് വ്യക്തമാക്കാമോ? എന്ത് ആശയമാണ് ഇത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? അതിന്റെ ആ ഒരു തീമിനെ കുറിച്ച്. ഇതിന്റെ തീം എന്ന് പറയുന്നത് ലൈക്ക് റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും തമ്മിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം. അതില് ഈ കുറച്ച് ഡ്രഗ് യൂസ് ഒക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നവും, ഡ്രഗ് യൂസ് ചെയ്ത് നമ്മുടെ എന്താ സ്ഥിരത ഇല്ലാതാവുന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് ഈ ഷോർട്ട് ഫിലിം മൊത്തത്തിൽ. പ്രത്യേകിച്ച് എന്താ വലിയ രീതിയിൽ ഇതിനകത്തൊന്നും പറയില്ല. ബാക്കി ആ എനിക്ക് വേണ്ടി ബാക്കി മനു സംസാരിക്കും. അവനറിയാം, അവനോട് ചോദിച്ചാൽ മതി. ദേവപ്രിയ ചോദിച്ചു നോക്ക്, സംസാരിക്കും. ഓക്കെ, താങ്ക് യു. ഈ ഷോർട്ട് ഫിലിം ഈ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മെസ്സേജ് നൽകുന്നു എന്ന തരത്തിൽ ആ ഷോർട്ട് ഫിലിമിന്റെ ആശയത്തെ ഒന്ന് വ്യക്തമാക്കാൻ കഴിയുമോ? ഹലോ സംഗീൻ, ആർ യു ദേർ? ഞാനുണ്ട്. യെസ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു മെസ്സേജ് ആണല്ലോ. എന്ന് വെച്ചാ കൂടുതലും ചോദ്യം ക്ലിയർ ആയോ? ചോദ്യം ക്ലിയർ ആയി. ഓക്കെ. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ കൂടുതലും ഡ്രഗ് യൂസ് ചെയ്ത് ആ വഴി പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഓരോ എന്താ പറയണേ, കുറെ വാർത്ത അറിയാലോ. ഇതേപോലെ ഡ്രഗ് യൂസ് ചെയ്ത് വീട്ടിലുള്ളവരെ തന്നെ കൊല്ലുന്നു, അത് അങ്ങനെയുള്ള അത്. അപ്പൊ ഇത് കാണുമ്പോ അവർക്ക് എന്താ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. അത് എത്ര പേര് കറക്റ്റായിട്ട് എടുക്കും എന്നുള്ള കാര്യമൊന്നും അറിയില്ല, പക്ഷെ നല്ലൊരു മെസ്സേജ് ആണ്. പറയാനുള്ളൂ. അടുത്തതായി മീരെ തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കാനായി ക്ഷണിക്കുകയാണ്. Meera, are you there? Okay, then now let's welcome the man behind this beautiful journey, Akshay Praveen. ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്റ്റോറി, അതിന്റെ ആ ഒരു തീം എന്താണ്, അത് മറ്റുള്ളവരിലേക്ക് എന്ത് ആശയമാണ് മറ്റുള്ളവരിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് വ്യക്തമാക്കാമോ? അത് എന്താ പറയാ, സോളമൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസിയാണ്. നമ്മളിപ്പോ 3 അല്ലെങ്കിൽ 4 പാർട്ട് വരുന്ന ഫ്രാഞ്ചൈസിയാണ് ആക്ച്വലി കോഡിംഗ് പറയുന്നത്. ഇപ്പം സംഗീം പറഞ്ഞതുപോലെ ഓഫ് കോഴ്സ് നമ്മൾ എന്താ പറയാ, ഒരു ഫ്യൂച്ചർ ജനറേഷന് അല്ലെങ്കിൽ കറന്റ് ജനറേഷന് ഒരു ഒരു എന്താ പറയാ, ഒരു പോയിന്റ് അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഷോർട്ട് ഫിലിമിന്റെ ആദ്യത്തെ 2 പാർട്ട് കണ്ട് കഴിയുന്നവർക്ക് മനസ്സിലാവും വാട്ട് വി ആർ മേക്കിംഗ്, അല്ലെങ്കിൽ വാട്ട് വി ആർ എന്താ നമ്മുടെ സ്വപ്നം കണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശം എന്താണെന്ന് ആദ്യത്തെ 2 പാർട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ എന്താ പറയാ, ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്.
ഇത് കുറെയൊക്കെ ഈ പറയുന്ന പോലെ റിയൽ ലൈഫ് ഇൻസിഡൻസ് പലരുടെയും, ഈവൻ എന്റെ ഉൾപ്പെടെ ഉള്ള ഇൻസിഡൻസ് ആദ്യത്തെ 3 പാർട്ടിൽ സ്റ്റോറിയിലുണ്ട്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അതിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ ജനറേഷനുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാർ അത്രത്തോളം അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂകൾ നമ്മളിവിടെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്കുള്ള ഇഷ്യൂകൾ എന്താ പറയാ, അവര് അവര് പോകുന്ന കുറച്ച് ബാഡ് ആയിട്ടുള്ള ഡ്രഗ്സ് പോലുള്ള ഇഷ്യൂസ്, ഡ്രഗ് അഡിക്ഷൻസ്, അങ്ങനെ പലതും ഉണ്ട്. അതൊക്കെ നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം വർക്കായിട്ടുണ്ട് എന്നുള്ളത് ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത്. പിന്നെ പറയാനുള്ള ആദ്യത്തെ ഒരു 3 ഫ്രാഞ്ചൈസി സ്റ്റോറിയാണ്. അപ്പൊ 3 കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് എന്നൊരു പൂർണ്ണമായിട്ട് ഒന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പം കാണുക. That's it. ഓക്കെ, അക്ഷയുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ആണിത്. അപ്പൊ ഒരു ഡ്രീം മൊമെന്റ് ആണ് ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്. അപ്പോ എത്രമാത്രം എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റ് നേടാനായിട്ട് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോഴ്സിങ് എലമെന്റ് എന്തായിരുന്നു, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഓഫ് കോഴ്സ് എന്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ്. ഞാനത് പ്ലാൻ ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2 വർഷത്തിനടുത്തുണ്ടാവും. 2 വർഷമായിട്ട് അതെ ഒരു ഡ്രീം കമ്മിറ്റ് മൊമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ നല്ല അതെ ഡ്രീം കമ്മിറ്റ് മൊമെന്റ് തന്നെയാണ്. എനിക്ക് ചെയ്തവരുടെ കാര്യം പറയാൻ പറ്റിയാൽ അത് ആദ്യം പറഞ്ഞതുപോലെ എഡിറ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്ക്സ് ക്രെഡിറ്റ്സ് മാത്രം വെക്കേണ്ടി വരുള്ളൂ. അത്രയും മാത്രം താങ്ക്സ് ക്രെഡിറ്റ്സ് നമുക്ക് വെക്കാനുണ്ടായിരുന്നു. അത്രത്തോളം നമ്മൾ താങ്ക്സ് പറഞ്ഞാൽ തീരത്തില്ല, അത്ര നമുക്ക് പറയാനുണ്ടായിരുന്നു. എന്താ പറയുക, അത് തുടക്കം തൊട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അഭിഷേക് തൊട്ട് തീരത്തില്ല, ഒരുപാട് താങ്ക്സ് പറയേണ്ടി വരും. ഞാൻ എന്താ പറയാ, അതിന് മാത്രം താങ്ക്സ് പറയാൻ ഉണ്ട്. നമുക്ക് എന്താ പറയാ, ക്യാമറ തന്ന ആൾക്കാരെ തൊട്ട് ലെൻസ്, അങ്ങനെ പലതുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് താങ്ക്സ് പറയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവൻ എന്റെ ഫാമിലി, അവരും എന്റെ പൊട്ടത്തരത്തിൽ കൂട്ടുന്നു. എന്താ പറയാ, എന്തോ ചെയ്യുന്നത് പോലും അറിയാതെ അവർ നിന്നു. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഒരു ഇതാണ്. പിന്നെന്താ പറയാ, ഫസ്റ്റ് ഫിലിമാണ്. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ള കാര്യം. അത് ഞാൻ എന്താ പറയാ, ഒരു അറ്റംപ്റ്റ് ആണ്. എനിക്ക് ഉറപ്പുണ്ട് എന്താ പറയാ, ഇതിലെ കുറവുകളും ഇതെല്ലാം തന്നെ ഞാൻ സെക്കൻഡ് പാർട്ടിൽ തീർത്തിട്ടേ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടിലേക്ക് കടക്കത്തുള്ളൂ എന്നൊരിതുണ്ട്. പിന്നെ പെട്ടെന്നൊരു താങ്ക്സ് പറയാൻ പറഞ്ഞാൽ എനിക്ക് പറയേണ്ടത് എന്റെ ഫാമിലി അല്ലെങ്കിൽ എന്റെ ക്രൂവിനോടാണ്. ഇത്രയും സപ്പോർട്ടീവായിട്ട് നിന്നതിൽ താങ്ക് യു ഫോർ ദ ക്രൂ. ഓക്കെ, താങ്ക് യു. അടുത്തത് അഞ്ജന രമേശ്. ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു, അത് ലോഞ്ച് ചെയ്യാനായി പോകുന്നു. അപ്പോ ഫാമിലി റെസ്പോൺസ് എങ്ങനെയാണ്? വീട്ടിലുള്ള ആളുകളുടെ അച്ഛനും അമ്മയും ഒക്കെ എത്തരത്തിലാണ് റെസ്പോണ്ട് ചെയ്തത്? അതൊന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? ഷുവർ, എന്നതാണോ? ക്ലിയർ ആണ്. എന്നെയാണെങ്കിൽ ഇങ്ങനൊന്നും വിടത്തില്ല, ഷോർട്ട് ഫിലിമിനൊന്നും എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ അമ്മ ഒന്നും വിടത്തില്ല. പിന്നെ എന്നെ ഇതിൽ വിടാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോ ദേവികയാണ്. എനിക്കിപ്പോ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ തന്നെ ദേവിക ഉണ്ടെന്ന് പറയുവാണെങ്കിൽ അവർക്ക് ഒക്കെയാണ്. എപ്പോഴും അവളെപ്പോഴും കൂടെ ഉള്ളതെന്ന് അറിയാം. അതുകൊണ്ട് എവിടെ പോയാലും ഞാൻ അവളുടെ പേര് ഇപ്പൊ വേറെ എങ്ങോട്ടെങ്കിലും പോവാണെങ്കിലും ദേവികയുടെ കൂടെ പോവാന്നാണ് പറയാറ്. അതുകൊണ്ട് അവളോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് എന്നെ ഈ ഷോർട്ട് ഫിലിമില് അഭിനയിക്കാൻ വേണ്ടിയിട്ട് വിട്ടത്. പിന്നെ വീട്ടില് റെസ്പോൺസ് ഒക്കെ നല്ല റെസ്പോൺസ് ആണ്. അവർക്ക് ഇഷ്ടപ്പെട്ട് പോസ്റ്ററൊക്കെ കാണിച്ചു, ലിറിക്കൽ വീഡിയോ ഒക്കെ കാണിച്ചു, ഇഷ്ടപ്പെട്ടു.
അവരും ഷോർട്ട് ഫിലിം ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ഇത് ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് കാണുന്നുണ്ടോ? അഞ്ജന, ഹലോ, കേൾക്കാമോ? കേൾക്കാം. ലൈഫിലെ ഹലോ, ടേണിംഗ് പോയിന്റ്. ഹലോ, കേൾക്കാവോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, പറഞ്ഞോളൂ. കേൾക്കാവോ പറയുന്നത്? എനിക്ക് എപ്പോഴും എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ആർട്സിനോടും സ്പോർട്സിനോടും ഒക്കെ ആയിരുന്നു. പിന്നെ കൂടുതൽ താല്പര്യം ഡാൻസ്, ആക്ടിങ് ഒക്കെയാണ്. പക്ഷെ വീട്ടിലങ്ങനെ ആരും അതിനെപ്പറ്റി ചോദിക്കാറില്ല. അവര് കൂടുതലും ഈ മ്യൂസിക്കിനോടും ഈ സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു വിടുന്നത്. പിന്നെ കൂടുതൽ പഠിക്കുന്ന കാര്യത്തിനാണ് ഫോഴ്സ് ചെയ്യാറ്. ആരും എൻ്റെ അടുക്ക് ഇതുവരെ ഡാൻസിന്റെ ആക്ടിങ്ങിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഫിലിമില്, ഷോർട്ട് ഫിലിമില് അല്ലെങ്കിൽ ഒരു മെയിൻ സ്ക്രീനിൽ അഭിനയിക്കണമെന്ന് തന്നെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. പക്ഷെ അന്ന് അതിന് നയന എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ അത് ഒട്ടും പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു വരാൻ പറ്റിയത്. ഒന്നാമത്തെ കാര്യം, കയ്യിൽ ഫോണില്ല കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ. ഇവിടെ തകഴി വരെ വരുന്നതെന്ന് പറയുമ്പോ ഇവിടെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഫോണില്ലായിരുന്നു കയ്യില്. പിന്നെ ഹരിപ്പാടായിരുന്നു. അവിടുന്ന് വരുന്ന കാര്യം കുറച്ചൊക്കെ റിസ്ക് ആയിരുന്നു. പിന്നെ വീട്ടിൽ ചോദിച്ചില്ല. അതൊക്കെ കൊണ്ടാണ് ഞാൻ അന്നത് റിജക്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് പോസ്റ്ററൊക്കെ ഇറങ്ങി വേറെ ഇതൊക്കെ കണ്ടപ്പോഴും ഞാൻ അങ്ങനെ അപ്പൊ ഓർത്തു, പക്ഷെ അന്ന് ഞാനത് റിജക്ട് ചെയ്ത് വിട്ടല്ലോ. അത് ആലോചിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യാവോന്നും പറഞ്ഞ് ദേവികയും അഭിഷേകും മെസ്സേജ് അയച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിലെ അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തിയത്. ഇത് ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആകുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഇനിയും പുതിയ പ്രോജക്ട്സ് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ അഭിഷേകിൻ്റെത്. ഒരു ടേണിംഗ് പോയിന്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. Okay, now we are ready for the trailer launch. Today, a new story begins. A story called Fall in Love, a journey of love, heartbreak, and everything in between. The official trailer of Fall in Love drops on June 2nd. The full movie releases on June 5th. This June, let your heart fall. This is Fall in Love. Without Sorry for the trouble. ഇടയ്ക്ക് നെറ്റ് കട്ടായതാണ്. Okay, now without further delay, let's watch the trailer together. The trailer of the much awaited Fall in Love. I'm the king of the darkness, villainous and cold. My rhymes are lethal, they make your heart bold. I walk through shadows, causing havoc and despair. You can't escape my wrath, I'm everywhere. I've got a smirk on my face, a devilish grin. I'll take you down, and I won't let you win. I'm everywhere. I'm everywhere. I'm everywhere. നമ്മൾ കാത്തിരുന്ന ട്രെയിലർ ലോഞ്ച് ഇതാ കഴിഞ്ഞിരിക്കുന്നു. തന്റെ അഭിപ്രായം പങ്കുവയ്ക്കാനായി the visionary and the man behind this beautiful journey
അക്ഷയ് പ്രവീണിനെ സ്വാഗതം ചെയ്യുന്നു. സോ എനിക്ക് തോന്നുന്നു എല്ലാവരും ട്രെയിലർ കണ്ടെന്നാണ്. സൂപ്പർ ട്രെയിലർ കണ്ടു. എന്താ പറയാ, പെട്ടെന്നൊരു ട്രെയിലറാണ്. ഇന്നലെ രാത്രി ഒരു 4 മണി തൊട്ട് അപ്പത്തെ എഡിറ്റിംഗ് നോക്കിയതാണ്. അതിന് മുമ്പ് സാറ്റിസ്ഫാക്ഷൻ എഡിറ്റ് തീർന്നില്ല. നമ്മുടെ എഡിറ്റർ അലൻ ഈ സാധനം എഡിറ്റ് ചെയ്തത് അവൻ ഒരു വാഗമൺ ട്രിപ്പിലാണ്. ആ ട്രിപ്പിനിടയ്ക്ക് വെച്ചാണ് അവൻ ട്രെയിൻ നമുക്ക് എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകൾ മേ ബി നമുക്കിതിൽ കാണാൻ പറ്റുമായിരിക്കും. ആൻഡ് നമുക്കിനി എന്താ പറയാ, ഇപ്പൊ ഏറെക്കുറെ വൈൻഡപ്പിന് ഒരു അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയാ, എനിക്കിപ്പോ ഒന്നും പറയാനുള്ളത് ജൂൺ 5-നാണ് നമ്മുടെ റിലീസ് ഡേറ്റ് വരുന്നത്. വെയിറ്റിംഗ് ഫോർ ഹോപ്പ്ഫുള്ളി നമുക്കത് എന്താ പറയുക വലിയൊരു വിജയമായി തീരട്ടെ, അല്ലെങ്കിൽ വലിയൊരു വിജയമാക്കി തരണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. Hope you guys enjoy the trailer and yeah, നമ്മളങ്ങനെ ജൂൺ 5-ന് റിലീസ് അടുത്തെത്തിയിരിക്കുന്നു. എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. ആൻഡ് വൺ മോർ തിങ്, ഇത് നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ ക്രൂവിലുള്ള ആരും പോകരുത്. നമുക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. ക്രൂവിലുള്ള ആരും ലെഫ്റ്റ് ആകരുത്. Thank you all for joining us and sharing this special moment. Fall in Love is a story close to your heart and we hope it touches yours too. Remember, the full movie releases on June 5th. Mark your calendar. Until then, keep the love and spread the word. See you at the YouTube. Thank you.